പാഠം 450. തന്ത്രങ്ങൾ പാളുന്നത് എപ്പോൾ? ഭാമേ, ഞാൻ ഇറങ്ങുക. വരണു മോനട്ടാ. ചോറ്. മോഹനേട്ടന് പ്രിയപ്പെട്ട ചീരത്തോരനും കൊടംപുളി ഇട്ട് വെച്ച് മീൻകറിയുണ്ട്. എന്താ വിശേഷം? വിശേഷം ഒന്നും ഉണ്ടായിട്ടല്ല. മോഹനേട്ടന് ഇത് രണ്ടും വലിയ ഇഷ്ടമാണല്ലോ എന്ന് ഞാൻ കരുതി ഉണ്ടാക്കിയതാ. അത് രണ്ടും എനിക്ക് ഇന്നലെ ഇഷ്ടമായിരുന്നല്ലോ. എന്നിട്ട് നീ ഉണ്ടാക്കണ്ടില്ലല്ലോ. അങ്ങനെയല്ല മോനട്ടാ. നല്ല ഭക്ഷണം കഴിച്ചാൽ അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വലിയ സന്തോഷം തരുമെന്ന് ഇന്നലെ സദാനന്ദ സാർ പറഞ്ഞു. ആളുകൾ പലപ്പോഴും ദേഷ്യക്കാരും പിടിവാശിക്കാരും ഒക്കെ ആകുന്നത് മനസ്സിന് പിടിക്കാത്ത ഭക്ഷണം കഴിക്കുമ്പോഴാണെന്ന്. ഞാൻ വലിയ വാശിക്കാരനാണെന്നും മുൻകൂപിയാണെന്നൊക്കെ ആണല്ലോ നീ സ്ഥിരമായി പറയുന്ന പരാതി. അത് സത്യമാണെങ്കിൽ അതിനുള്ള കാരണം ഇപ്പൊ നീ പറഞ്ഞു. നീ എനിക്ക് ഇഷ്ടമുള്ളൊന്നും ഉണ്ടാക്കി തരുന്നില്ല. മോഹനേട്ടൻ അത്ര വലിയ മുൻകോപിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ചില സമയത്ത് മോഹനേട്ടൻ ഭയങ്കര ദേഷ്യം വരും. അത് ചിലപ്പോ മാത്രമേ ഉള്ളൂ. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താ ഒരു രസം അല്ലേ? സാധാരണ കാണാത്ത രീതിയാണല്ലോ ഭാമേ. എന്താ എന്റെ മനസ്സില്? ഒന്നുമില്ല. പിന്നെ ഇന്നലെ വിദ്യാലക്ഷ്മിക്ക് സാരി വാങ്ങണമെന്ന് പറഞ്ഞ് തുണിക്കടയിൽ പോയപ്പോ ഞാൻ മോഹനേട്ടന് പുതിയൊരു ഷർട്ടിനുള്ള തുണി വാങ്ങിയിട്ടുണ്ട്. വരുന്ന വഴി ടൈലർ വിജയന്റെ അടുത്ത് തയ്ക്കാൻ കൊടുക്കുകയും ചെയ്തു. ഓ, ഇതിനിടയ്ക്ക് അതൊക്കെ സംഭവിച്ചോ? പിന്നെ മോഹനേട്ടന് ഷർട്ടും മുണ്ടും വാങ്ങണമെന്ന് പറഞ്ഞപ്പോ വിദ്യാലക്ഷ്മി ചോദിക്കുക, മോഹനേട്ടന് എന്തുമാത്രം ഷർട്ടും മുണ്ടുകൊണ്ട് എന്തിനാ ഇത്രയെന്ന്. ഞാൻ പറഞ്ഞു, മോഹനേട്ടന് ഏറ്റവും ഇഷ്ടം അലക്കി തേച്ച ഷർട്ടും മുണ്ടും വിട്ട് ഇങ്ങനെ പോകുന്നതാ എന്ന്. അങ്ങനെ ആയിരുന്നല്ലോ നീ പറയേണ്ടിരുന്നത്. പിന്നെ ഞാൻ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വില്ലേജ് ഓഫീസറാണെന്നും എന്റെ പദവിക്കും അന്തസ്സിനും ചേരുന്ന വിധത്തിൽ വേണം ഞാൻ വസ്ത്രങ്ങൾ ധരിക്കാൻ എന്ന്. അല്ലാതെ മറ്റുള്ളവർ ചെയ്ത പോലെ ടീഷർട്ടും പാന്റിട്ട് ഞാൻ ഓഫീസിൽ പോയി എങ്ങനെ ഇരിക്കും? പക്ഷേ മുണ്ട് ഷർട്ടും വാങ്ങുന്നതിനും അത് അലക്കി തേക്കാനുള്ള സോപ്പൊടി വാങ്ങുന്നതിനും തേക്കാൻ ചെലവാകുന്ന കറണ്ടിനുമായി നല്ലൊരു സംഖ്യ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അതിനൊക്കെയുള്ള പണം സർക്കാർ എനിക്ക് തരുന്നുണ്ട്. വിദ്യാലക്ഷ്മിയുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണം കൊണ്ടല്ല ഞാൻ ഷർട്ടും മുണ്ടും വാങ്ങുന്നതും സോപ്പ് പൊടി വാങ്ങുന്നതും കറണ്ട് ബിൽ അടയ്ക്കുന്നതൊക്കെ നീ പറയണം. ഭാമേ, നമ്മൾ പണം ഉണ്ടാക്കുന്നത് ശരിയായ രീതിയിൽ ചെലവാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. അപ്പോ പാടത്ത് പണിയാൻ പോകുന്ന ആള് പോകുന്ന പോലെ എനിക്ക് പോകാൻ പറ്റില്ല. അത് ന്യായമാണ് മോഹനേട്ടാ. ഞാനൊരു വക്കീലാണ്. പാടത്ത് പണിയാൻ പോകുന്നവരെ പോലെ എനിക്ക് പോകാൻ പറ്റില്ല. ഓരോ പദവിക്ക് അനുസരിച്ച് വേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ. പിന്നല്ലാതെ അങ്ങനെ അന്തസ് കാണിക്കുന്നത് വസ്ത്രത്തിന്റെ കാര്യത്തിൽ മാത്രം പോരല്ലോ. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വക്കീൽ രാവിലെ കോടതിയിൽ പോകുന്നത് ഒരു പഴഞ്ഞ സ്കൂട്ടർ ഓടിച്ചാവാൻ പാടുണ്ടോ? ഒരു കാറിലായിരിക്കണ്ടേ. അതുകൊണ്ട് ഞാനൊരു കാർ വാങ്ങി തീരുമാനിച്ചു. അല്ല, പൈസയുടെ കാര്യം മോഹനേട്ടൻ പേടിക്കണ്ട. ബാങ്കിൽ നമുക്ക് ലോൺ എടുക്കാം. എന്തായാലും ഇനി കാർ വാങ്ങുന്നതിന് പിന്നോട്ടില്ല. ആഹാ ഭാമേ, അപ്പോ ഇതിനാണ് നീ ചീരത്തോരനും പുളിയിട്ട മീൻകറിയൊക്കെ വെച്ച് എന്നെ സോപ്പിടാൻ നോക്കിയത്. നീ ഉണ്ടാക്കിയ കറി എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ മോഹനേട്ടൻ അത് കഴിക്കാതിരുന്നതുകൊണ്ട് കാർ വാങ്ങാനുള്ള എന്റെ തീരുമാനം മാറില്ല. ലോൺ എടുക്കാനുള്ള സകല ഏർപ്പാട് ഞാൻ ചെയ്തു കഴിഞ്ഞു. സത്യഭാമയുടെ കാർ ഒരാഴ്ചക്കുള്ളിൽ റോഡിലൂടെ പോകും. ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു കാർ വാങ്ങാൻ മോഹനേട്ടൻ അനുവാദം ആവശ്യമില്ല. നാട്ടുകാരെ ബഹുമാനിക്കുന്ന എണ്ണം പറഞ്ഞ ഒരു വക്കീലാണ് ഞാൻ. എനിക്ക് എന്റെ അന്തസ് നോക്കാതെ പറ്റുമോ? ഒരു വില്ലേജ് ഓഫീസറായി ഞാൻ നടന്നാണ് ഓഫീസിൽ പോകുന്നത്. അത് മോഹനേട്ടന്റെ ഇഷ്ടം. അല്ലെങ്കിൽ തന്നെ 3/4 ചക്ര ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നടന്നോ ഇഴഞ്ഞോ നീന്തിയോ ഒക്കെ പോവാം. എനിക്കങ്ങനെ പറ്റില്ലല്ലോ. ഞാൻ ഒരു വക്കീലാണ്. വലിയ വലിയ കക്ഷികൾക്ക് വക്കീലിനോടൊരു ബഹുമാനം തോന്നണമെങ്കിൽ അതിൻ്റെതായ അന്തസ്സിൽ നമ്മൾ നടക്കണം. ഈ കാറ് എന്ന് പറയുന്നത് ഒരു ധൂർത്ത അല്ല. കാറ് എന്ന് പറയുന്നത് 4 ചക്രമുള്ള ഒരു വണ്ടിയാണ്. മഴ നനയാതെയും വെയിൽ കൊള്ളാതെയും എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ഒരു കാറ് തന്നെ വേണം. നീ കാർ വാങ്ങാൻ പറ്റില്ല. കഴിഞ്ഞ 3 കൊല്ലമായി കാർ വാങ്ങുന്ന കാര്യം പറയുമ്പോഴൊക്കെ മോഹനേട്ടൻ പറയുന്ന മറുപടി തന്നെയാണ് ഇതും. എന്റെ കൂടെ ജോലി ചെയ്യുന്ന സകലർക്കും കാറുണ്ട്. ആ സ്കൂട്ടറിൽ ഞാൻ ചെല്ലുമ്പോ ഓരോരുത്തർ പറയുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? എന്നാ പറഞ്ഞുതരാം. കൈ നിറയെ കേസും ഇഷ്ടം പോലെ കാശുകൊണ്ടല്ലോ ഭാമേ, എന്നിട്ട് എന്താണ് ഒരു കാർ വാങ്ങാത്തത് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ?
കാശ് ചെലവാക്കാൻ മടിച്ചു ഉമിനീര് മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറുടെ ഭാര്യയാണ് ഞാൻ. എനിക്ക് കാറ് വാങ്ങാനുള്ള യോഗമില്ല എന്ന്. വക്കീലേ, ആഹാ, ഉത്തമൻ എത്തിയല്ലോ. ലോൺ ശരിയാക്കാൻ ഞാൻ ഉത്തമനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി എന്റെ മുന്നിൽ ഒരു തടസ്സവുമില്ല. സത്യഭാമ കാറ് വാങ്ങുമെന്ന് പറഞ്ഞാൽ വാങ്ങിയിരിക്കും. ആ കാറിൽ ഞാൻ ഇങ്ങനെ കോടതിയിലേക്ക് ഓടിച്ചു പോകുമ്പോൾ വില്ലേജ് ഓഫീസർ റോഡിലൂടെ വിയർത്തു കുളിച്ച് നടന്നു പോകുന്നത് ഞാൻ കാണും. അപ്പൊ വേണമെങ്കിൽ ലിഫ്റ്റ് തരാൻ ഞാൻ തയ്യാറാണ്. എന്റെ കാറിൽ കയറാൻ വില്ലേജ് ഓഫീസർ തയ്യാറാണെങ്കിൽ. നമസ്കാരം വക്കീല്. വക്കീൽ ഏൽപ്പിച്ച കാര്യം ഞാൻ ഇന്നലെ അന്വേഷിച്ചു. പക്ഷേ രാത്രി ഫ്രീ ആയപ്പോ കുറേ വൈകി. അതുകൊണ്ടാണ് രാവിലെ നേരിട്ട് വരാന്ന് തീരുമാനിച്ചത്. നമസ്കാരം സാർ. അതൊന്നും കുഴപ്പമില്ല ഉത്തമ, കാര്യം നടന്നാ മതിയല്ലോ. ഞാനും മോഹനേട്ടനും തമ്മിൽ കാറിന്റെ കാര്യം പറഞ്ഞ് ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യസമയത്താണ് ഉത്തമ വന്നത്. അപ്പോ ഉത്തമനാണ് ഇതിനൊക്കെ സഹായം ചെയ്യുന്നത് അല്ലേ? ഇനി എന്തെങ്കിലും ആവശ്യത്തിന് വില്ലേജ് ഓഫീസറേക്ക് അങ്ങ് വാ, ഞാൻ ഉടനെ അങ്ങ് ശരിയാക്കി തരാം. അയ്യോ സാറേ, എന്റെ തൊഴിൽ തന്നെ ആളുകൾക്ക് ആവശ്യമുള്ള സഹായം ചെയ്തു കൊടുത്ത് കിട്ടുന്ന കമ്മീഷൻ വാങ്ങുക എന്നുള്ളതല്ലേ. വക്കീൽ ഒരു ആവശ്യം പറയുമ്പോ പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് സാറേ? വക്കീൽ ഒരാവശ്യം പറയുമ്പോൾ ഉത്തമൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി ഉത്തമൻ എന്നോടൊരാവശ്യം പറയുമ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറയും. അയ്യോ, അങ്ങനെ ഞാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞു തുടങ്ങിയാൽ നാട്ടുകാർക്ക് ഉത്തമനെ കൊണ്ടുള്ള ആവശ്യം തീരും. അങ്ങനെ നാട്ടുകാർക്ക് ഉത്തമനെ ആവശ്യമില്ലാതെ വരുമ്പോ പിന്നെ എന്റെ അടുത്ത് വന്ന് പറ്റിപ്പോയി പറ്റിപ്പോയി എന്ന് പറയരുത്. സാറേ, വക്കീൽ ഒരു ആവശ്യം പറഞ്ഞപ്പോ ഞാൻ സഹായിക്കാം എന്ന് ഏറ്റത് ശരി തന്നെയാണ്. പക്ഷെ വക്കീലേ, അത് നടക്കൂല. പിന്നെ വക്കീലേ, അതെ, എനിക്ക് പരിചയമുള്ള ബാങ്കുകാരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു. അവരാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് ലോൺ കൊടുക്കേണ്ടത് എന്ന് അന്വേഷിച്ച് നടക്കുന്നവരാ. പക്ഷെ വക്കീലിന് അവര് ലോൺ തരൂല. കാരണം എന്താ? ഒന്നാമത്തെ കാരണം, വക്കീല് പണി എന്ന് പറയുന്നത് ഒരു സ്ഥിര വരുമാനമുള്ള പണിയല്ല എന്ന്. 2 മാസം ഒരു കേസും കിട്ടാതെ വന്ന വക്കീൽ എങ്ങനെ ലോൺ തിരിച്ചടയ്ക്കും എന്നാണ് അവരെന്റെ അടുത്ത് ചോദിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, വക്കീലൊരു വക്കീലാണല്ലോ. വാങ്ങിയ കാശ് ബാങ്കുകാർ തിരിച്ചു ചോദിക്കുമ്പോ ബാങ്കുകാർക്കെതിരെ കേസ് കൊടുക്കുമോ എന്നാണ് അവരുടെ പേടി. അതുകൊണ്ട് വക്കീലന്മാർക്ക് ലോണ് തരാൻ പറ്റില്ല എന്നാണ് അവരുടെ മറുപടി. ഇതാണോ നീ പറഞ്ഞത്? നാട്ടിൽ വലിയ പേരും മേലുവിലാസമൊക്കെ ഉള്ള എണ്ണം പറഞ്ഞൊരു വക്കീലാണ് നീ എന്ന്. നിന്നെ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാണെന്നും. നിന്നെ ബഹുമാനം കള്ളന്മാർക്കും കൊലപാതകൾക്കുമാണ്. ബാങ്കുകാർക്ക് നിന്നെ സ്നേഹവുമില്ല, ബഹുമാനവുമില്ല, വിശ്വാസവുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, മോഹനകൃഷ്ണ സാറ് ജാമ്യം നിൽക്കാമെങ്കിൽ വക്കീലിന് ലോൺ തരാന്ന് പറഞ്ഞു. അല്ല, സാറൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ. ഇപ്പൊ മനസ്സിലായോ ഭാമേ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വില നീയല്ലേ പറഞ്ഞത്? 3/4 ചക്കര ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് നടന്നോ എഴഞ്ഞോ നീന്തിയോ പോകാമെന്ന്. നിനക്ക് അത് പറ്റില്ല എന്നും. ഇപ്പൊ എന്തായി? നീ കാറ് വാങ്ങുന്നത് നീ കാറ് വാങ്ങുന്നത് എനിക്കത് കാണണമല്ലോ. അഹങ്കാരി. ആഹാ, ഇതെന്തൊരു കഷ്ടം ഉത്തമ. ഞങ്ങള് വക്കീലന്മാർക്കും ഈ നാട്ടിൽ അഭിമാനത്തോടെ ജീവിക്കണ്ടേ? അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം? നാട്ടുകാർക്ക് വക്കീലിന്റെ വിശ്വാസം ഇല്ലാത്തതിന് ഞാനിപ്പോ എന്തോന്ന് പഠിച്ചു? എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വക്കീലിന് കാശ് തന്നേനെ. കാരണം എനിക്ക് വക്കീലിന് ഭയങ്കര വിശ്വാസമാണല്ലോ. അപ്പൊ ഞാൻ വന്നേ. അല്ല, വരട്ടെ. എന്റെ പൊന്ന് സാറേ, ഒരു കാറെന്ന് പറയുന്നത് ഇക്കാലത്ത് അങ്ങനെ ഒരു അധികപ്പറ്റൊന്നും അല്ല. ഒരെണ്ണം വാങ്ങിക്കൊടുക്ക് വക്കീലിന്. ഞാൻ കാറ് വാങ്ങാൻ? ശിശുപാല, ഞാൻ അധ്വാനിച്ച് കാശുണ്ടാക്കുന്നത് ഇങ്ങനെ ധൂർത്തടിക്കാനല്ല. എന്റെ സാറേ, ടൗണിലെ PK ഫൈനാൻസിൽ നിന്ന് ചെറിയ പലിശയ്ക്ക് കാർ ലോൺ കിട്ടും. പച്ചക്കറി കട നടത്തുന്ന സുലൈമാൻ കഴിഞ്ഞ ആഴ്ച കാർ വാങ്ങിയില്ലേ? നിസ്സാര പൈസ അടച്ചാൽ മതി മാസം. എനിക്കാണെങ്കിൽ അതിന്റെ മുതലാളിയെ നല്ല പരിചയമുണ്ട്. സാറിനാണെന്ന് പറഞ്ഞാലേ പലിശ ഒന്നുകൂടെ കുറയും. ശിശുപാല, ഇനിയിപ്പോ വെറുതെ കാർ തരാന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട. കാരണം മോഹനകൃഷ്ണൻ കാർ വാങ്ങാത്തത് കാശില്ലാത്തത് കൊണ്ടല്ല, ഒരാദർശത്തിന്റെ പേരിലാണ്.
ചെല്ല്. അതുകൊള്ള. മോഹനകൃഷ്ണന്റെ സ്വഭാവം അറിയാവുന്ന സത്യഭാമ ഇക്കാര്യത്തിൽ വാശി പിടിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. അത് വിട്ടുകളാ. ഇതങ്ങനെ വിട്ടുകളയുന്ന പ്രശ്നമില്ല സാർ. ഞാൻ അങ്ങനെ വലിയ വലിയ ആവശ്യങ്ങളൊന്നും പറയാറില്ലല്ലോ. ഒരു കാറ് വാങ്ങാന്നുള്ളത് ഇക്കാലത്തൊരു ദൂർത്താവുന്ന എങ്ങനെയാണ്? അതൊക്കെ ശരിയാണ്. ഒരു കാർ ഇക്കാലത്ത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് സത്യഭാമയെ പോലെ തിരക്കുള്ള ഒരാൾക്ക് ഒരു കാർ അത്യാവശ്യവുമാണ്. സമ്മതിച്ചു. പക്ഷേ മോഹനകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴും കുറച്ച് കാര്യങ്ങളില്ലേ? എന്ത് കാര്യം? കാർബൺ മോണോക്സൈഡിന്റെ കാര്യമോ? ശ്ശേ, എന്റെ സാർ ഇതൊക്കെ പറയാൻ മാത്രമല്ലേ കൊള്ളൂ. അങ്ങനെ തീർത്ത് പറയരുത് സത്യഭാമേ. കാറിന്റെയും ബൈക്കിന്റെയും എണ്ണം ഇങ്ങനെ നിത്യവും കൂടിയാൽ മോഹനകൃഷ്ണൻ പറയും പോലെ ഒടുക്കം മനുഷ്യന് ജീവിക്കാൻ സ്ഥലമില്ലാതാവും. അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രശ്നമാണെങ്കിൽ വേറെയും. എന്നിട്ട് സാറ് കാറ് വാങ്ങിയതോ? ഒന്നല്ല 3 കാറല്ലേ സാറിനുള്ളത്? അതും ശരിയാണ്. കാറുകൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുമെന്നും ഒന്നിലധികം കാറുകൾ വാങ്ങുന്നത് ധൂർത്താണെന്നുമൊക്കെ എനിക്ക് ശരിക്കും അറിയാം. പക്ഷേ എന്നെ പോലുള്ള ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. പറയുമ്പോൾ വലിയ വലിയ ആശയങ്ങൾ പറയും. പക്ഷേ പ്രവൃത്തിയിൽ അതൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ മോഹനകൃഷ്ണൻ അങ്ങനെയല്ല. പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നയാളാണ്. അതൊരു വലിയ ഗുണമാണ് സത്യഭാമേ. അത് കണ്ടില്ലെന്ന് നടിക്കരുത്. മോഹനകൃഷ്ണൻ രാവിലെ കാറിൽ ഓഫീസിൽ പോവുകയും സത്യഭാമ കാറ് വാങ്ങുന്നതിനെ എതിർക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വൃത്തികേടാണ്. പക്ഷേ അയാൾ ചെയ്യുന്നതോ വർഷങ്ങളായി ദിവസവും രാവിലെയും വൈകിട്ടും ഓഫീസിലേക്കും തിരിച്ചും നടക്കുകയാണ് അയാൾ. അപ്പോ സത്യഭാമയോട് കാറ് വാങ്ങണ്ട എന്ന് പറയാനുള്ള അധികാരം മോഹനകൃഷ്ണനുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആണുങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് പറയുന്ന ന്യായങ്ങളല്ലേ? ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ആർക്കും മനസ്സിലാവില്ല. സത്യം പറഞ്ഞ മോഹനേട്ടൻ ഇമാതിരി പിടിവാശികൾ കാരണം ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് സാറിന് അറിയൂ? അറിയാം. മോഹനകൃഷ്ണന്റെ ഇത്തരം ശാഠ്യങ്ങൾ വകവെച്ചു കൊടുക്കുന്ന സ്നേഹമുള്ള ഒരു ഭാര്യയാണ് സത്യഭാമ. സത്യം പറഞ്ഞ മോഹനകൃഷ്ണൻ ഇങ്ങനെ കടുപ്പക്കാരനായി വരുന്നതും സത്യഭാമയെ പോലെയുള്ള ഒരു ഭാര്യ ഉള്ളതുകൊണ്ടാ. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് സത്യഭാമേ. വീട്ടിൽ അത്യാവശ്യത്തിന് ഒരു കാറ് വാങ്ങി. അതിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ മീനാക്ഷി പറഞ്ഞു ഒരു കാർ അവൾക്കും വേണമെന്ന്. അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ തർക്കിച്ചു നോക്കി. അവള് പിണങ്ങി. അന്ന് മുതൽ എന്നോട് സംസാരിക്കാതെ ആയി. എന്തിന്, രാത്രിയിലെ കിടപ്പ് പോലും വേറെ വേറെ മുറിയിലായി. ഞാൻ തോറ്റുകൊടുത്തു. പകല് മുഴുവൻ ഈ ജോലിയുടെ ടെൻഷനും കഷ്ടപ്പാടും ഒക്കെ സഹിച്ച് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ മിണ്ടാതിരുന്നാൽ അന്നതൊരു വലിയ പ്രയാസമാ. രാത്രി ഒറ്റയ്ക്ക് കിടന്നുറങ്ങാന്ന് പറഞ്ഞാ അത് അതിലും സങ്കടമാ. അന്ന് ഞാൻ തോറ്റതോടെ മീനാക്ഷിക്ക് എന്റെ രീതികൾ പിടികിട്ടി. ഇപ്പോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അവള് പുതപ്പം കിടക്കയെടുത്ത് അടുത്ത മുറി പോയി കിടക്കും. എന്നെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി അതാണെന്ന് അവൾക്കറിയാം. ആണുങ്ങൾ പൊതുവെ അങ്ങനെയാ. എത്ര ഗൗരവക്കാരനാണെങ്കിലും എടുത്തിയാട്ടക്കാരനാണെങ്കിലും രാത്രി ഉറങ്ങുമ്പോ ഭാര്യ അടുത്ത് വേണമെന്ന് ആഗ്രഹിച്ചു പോവും. അതൊരു വലിയ സമാധാനമാണ്. അത് ശരി. ആ നമ്പർ ഒന്ന് പ്രയോഗിച്ചു നോക്കിയാലോ? എന്താ സത്യഭാമ ആലോചിക്കുന്നത്? ഒന്നുമില്ല സാർ, ഈ പറഞ്ഞ നമ്പറില് മോഹനേട്ടൻ വീഴുമെന്ന് തോന്നില്ല. വാശി ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്നയാളാ മോഹനേട്ടൻ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ മോഹനകൃഷ്ണൻ വാശി കാണിക്കില്ല. ഒന്ന് പ്രയോഗിച്ച് നോക്കുക തന്നെ. കിട്ടിയാൽ എടുക്കാം, പോയാൽ ഒന്നും പോവാനില്ല. ഒന്നുമില്ല സാർ. അപ്പോ എനിക്ക് കാറ് വാങ്ങി തരുന്നത് വരെ വില്ലേജ് ഓഫീസർ ഒറ്റയ്ക്കായിരിക്കും കിടപ്പ്. അത് ഞാൻ തീരുമാനിച്ചു. മണിപത്തായി നീ കിടക്കുന്നില്ലേ? പിന്നെ കിടക്കാതെ പറ്റുമോ? മനുഷ്യർക്ക് ഉറങ്ങണ്ടേ? എനിക്ക് രാവിലെ 8:30 ഇറങ്ങണം. 9:15 താലൂക്ക് ഓഫീസിലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുകൊണ്ട് കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല എന്നൊന്നും പറയരുത്. ഷർട്ട് മുണ്ട് തയ്ക്കാൻ രാവിലെ 8:30 വരെ കാത്തിരിക്കണമൊന്നുമില്ല. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ.
വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഷർട്ട് മുണ്ട് തേച്ചു തരാം. മോഹനേട്ടൻ ഇപ്പോഴേ കുളിച്ച് ആ ഷർട്ട് മുണ്ട് ഇട്ട് കിടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേക്കുന്ന പാടെ കാലം കൂടെ ദൂക്കി അങ്ങ് പോവാലോ. തമാശയാണോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ആ മോഹനേട്ടാ, രാത്രിയിൽ എഴുന്നേക്കുവാണെങ്കിൽ കുടിക്കാനുള്ള വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പാതിരാത്രി എഴുന്നേറ്റ് ഭാമേ വെള്ളം എന്ന് വിളിച്ച് എന്റെ ഉറക്കം കളയരുത്. ഞാൻ അപ്പുറത്തെ മുറിയിലാണ് കിടക്കുന്നത്. ഇന്ന് മുതൽ അങ്ങനെയാ. മോഹനേട്ടൻ ഇവിടെ, ഞാൻ അവിടെ. മനസ്സിലായില്ല. ഞാൻ എന്റെ ഒരു ചെറിയ ആഗ്രഹം പറഞ്ഞപ്പോ പുച്ഛിച്ചു തള്ളിയില്ലേ മോഹനേട്ടൻ? എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഹാ 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 എന്ന് ചിരിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ മോഹനേട്ടന്റെ ഇഷ്ടം മാത്രമേ ഈ വീട്ടിൽ നടക്കുകയുള്ളൂ. എനിക്കതിൽ എതിർപ്പൊന്നുമില്ല. മോഹനേട്ടന് രാവിലെ കാപ്പി ഉണ്ടാക്കി തരാനും ഷർട്ടും മുണ്ടും തേച്ചു തരാനും മാത്രമുള്ള ഒരു വേലക്കാരിയാണ് ഞാനെന്ന് എനിക്ക് ഉറപ്പായി. വേലക്കാരി വീട്ടുകാരനോട് കിടക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ അപ്പുറത്തെ മുറിയിലാണ് കിടക്കുന്നത്. ഓഹോ, കാറ് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്റെ വാശി നിൽക്കാണല്ലേ? അമ്മേ, ഇതൊന്നും പറഞ്ഞ് കെ മോഹനേഷിന്റെ മനസ്സ് മാറ്റാൻ നീ കരുതണ്ട. കാറ് വാങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. വേണ്ട. പക്ഷേ എന്റെ ഈ ആഗ്രഹത്തിനൊരു തീരുമാനം ഉണ്ടാവാതെ ഞാൻ ഇവിടെ കിടക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. വാശിയിൽ സത്യഭാമയെ ഒട്ടും മോശമല്ലാന്ന് മോഹനേട്ടന് അറിയാലോ. പിന്നെ ഇതൊക്കെ പറഞ്ഞ് മോഹനേഷിനെ പഠിപ്പിക്കാൻ നോക്കുക. ഇന്നും നാളെയും മറ്റന്നാളും ഇനി ഈ ജന്മം മുഴുവൻ നീ ആ മുറി പോയി കിടന്നാലും കാറ് വാങ്ങുന്ന പ്രശ്നമല്ല. എന്നോടാ കളി. കളി എന്നോട്.
ഓ, ഈ രാത്രി ആരാ ഇങ്ങനെ ശല്യം ഉണ്ടാക്കുന്നത്? ഹലോ. ആ ശിശുപാല, ഞാനാ മോഹനേഷ് സാറ്. എന്താ സാറേ പ്രശ്നം? ഈ ചെറിയ പലിശയ്ക്ക് കാറിന് ലോൺ തരുന്ന ഒരു കമ്പനിയുടെ കാര്യം ശിശുപാലം പറഞ്ഞിരുന്നല്ലോ. അവരുടെ പലിശ എത്ര എന്നാ പറഞ്ഞത്? എന്താ സാറേ ഇത്? ഞാനൊരു കാറ് വാങ്ങാൻ ആലോചിക്കുക. ഈ പാതിരാത്രിക്ക്? ആ ഈ പലിശ എത്ര അറിഞ്ഞിരുന്നെങ്കിൽ സമാധാനമായിട്ട് കിടന്ന് തുടങ്ങാറുണ്ടല്ലോ. സാറേ, സാറിന് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മനുഷ്യൻ മൂടിപ്പൊതിച്ച് കിടക്കുന്ന നേരത്താണ് കാർ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. നാളെ ഓഫീസിൽ വെച്ച് കാണാം. ഗുഡ് നൈറ്റ്. മനുഷ്യന് ഭ്രാന്തായി ഇങ്ങനെയും വരുമോ? രാത്രി 12 മണിക്ക് കാർ വാങ്ങിക്കാൻ നടക്കുന്നു. കിട്ടുന്ന പ്രശ്നമല്ല. അങ്ങനെ 1 മാസം എവിടെ പോയതായിരുന്നു? ഞാൻ വെള്ളം കുടിക്കാൻ വരുന്നു. വെള്ളം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ബാത്റൂമിൽ പോയതാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഞാനവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ടേ? എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ശീലമില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു. അങ്ങനെ അല്ലല്ലോ നീ കുറച്ചും പറഞ്ഞത്. കാറ് വാങ്ങുന്ന കാര്യം തീരുമാനമായിട്ട് നീ ഇവിടെ കിടക്കുമെന്ന്. കാറ് വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമായല്ലോ. എന്ത് തീരുമാനം? അല്ല, നമുക്കിപ്പോ കാറിന്റെ ആവശ്യമില്ലല്ലോ. ഓഫീസിൽ പോകാൻ എനിക്കൊരു സ്കൂട്ടർ ഉണ്ടല്ലോ. ശരിക്കും ആലോചിച്ചപ്പോ ഈ കാർ എന്ന് പറയുന്നത് ദൂരത്താ പോരട്ടോ. ഈ കാർ എന്ന് പറയുന്നത് ഒരു 4 ഏക്കറുള്ള വാഹനമല്ലേ? അതെ, പക്ഷെ ഒരു കാർ 1 കിലോമീറ്റർ ഓടുമ്പോൾ പെട്രോളോ ഡീസലോ കത്തി പുറത്തു വരുന്ന കാർബൺ മോണോക്സൈഡ് പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മലിനീകരണം എത്രയാണെന്ന് അറിയാമോ? എനിക്കൊരു കാറാണോ വലിയ കാര്യം? ഈ വില്ലേജ് ഓഫീസറല്ലേ? എനിക്കും ഒരു കാറിനേക്കാളും വിമാനത്തെക്കാളും റോക്കറ്റിനേക്കാളും വലുതില്ലേ നീ?